നമസ്കാരം, ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉത്സവം 4ാം ദിവസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധി എന്ന് പറയുന്നത് ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ്. എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗുരുവായൂരിലേക്ക് വരുന്നത്. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വരുന്നവർ, അതുപോലെ തന്നെ കഞ്ഞി വാങ്ങാനായിട്ട് വരുന്നവർ, പഴുക്കാമണ്ഡപം തൊഴാൻ വരുന്നവർ, എല്ലാവരുടെ മുഖത്തും നല്ലൊരു സന്തോഷം കാണാം കേട്ടോ. അപ്പോൾ ഇന്നലെ പകർച്ച വൈകിട്ട് വാങ്ങാനായിട്ട് പോകുമ്പോഴേ ഞാൻ വിഷ്ണുവിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ കുറച്ചൊരു നാണമൊക്കെ ഉണ്ട്, കാരണം തലയിലാണെങ്കിൽ മുടിയില്ല, പിന്നെ ഈ തൂക്കുപാത്രവും സഞ്ചിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കില്ലേ, അതിൻ്റെ ഒരു കുഞ്ഞു വഷളൊക്കെ വിഷ്ണുവിനുണ്ട് കേട്ടോ. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്, ഒരു കുഞ്ഞു നാണം. എന്നാലും വരും, നല്ല സന്തോഷമാണ് അതൊക്കെ വാങ്ങാനായിട്ടും. ഈ ഗുരുവായൂർ ദേശക്കാരുടെ വലിയൊരു സന്തോഷമാണ് ഈ ഉത്സവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. പൊതുവേ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാ. മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ നൽകുക. പ്രത്യേകിച്ച് ഉത്സവത്തിൻ്റെ സമയത്താണെങ്കിലോ ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് പോലും അറിയില്ല, അത്രയും വലുതാണ്. അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓരോ നിമിഷവും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ചിലവഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസമെങ്കിലും വരാനായിട്ട് നോക്കൂ കേട്ടോ. ഇപ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടായിരിക്കും. ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പനൊന്ന് കാണാനായിട്ട് വരിക, ഗുരുവായൂരിൻ്റെ മണ്ണിലൊന്ന് കാല് കുത്താനായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അലങ്കാരം പറയാം. അതിന് മുന്നോടിയായിട്ട് ഇന്നത്തെ ഉത്സവ ചടങ്ങുകളും കൂടെ ഒന്ന് പറയാം. ഇന്നും സാധാരണ പോലെ ശീവേലി, രാവിലെ 2 നേരം ശീവേലി ഉണ്ട്, പിന്നെ വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പുണ്ട്. അതൊക്കെ വളരെ വിസ്തരിച്ചിട്ടാണ്. കാഴ്ചശീവേലിയും വിപുലമായിട്ടുള്ള വിളക്കെഴുന്നള്ളിപ്പൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ചാക്യാർകൂത്തുണ്ട്, പാഠകമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് കേട്ടോ ക്ഷേത്രത്തിനകത്തുള്ള ചടങ്ങുകളെല്ലാം. പിന്നെ പുറത്താണ് ഗംഭീര പരിപാടികളൊക്കെ നടക്കുന്നത്. പല സ്റ്റേജുകളിലായിട്ട് വളരെ വിശേഷപ്പെട്ട പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഈ മോഹിനിയാട്ടമുണ്ട്, അതുപോലെ തന്നെ ഭരതനാട്യമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, ഒഡിയസയുണ്ട്, നാഗസ്വര കച്ചേരിയുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പുള്ളുവൻ പാട്ടുണ്ട്. പിന്നെ വളരെ ഒരു പ്രശസ്ത ഗായിക കൂടെ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട KS ചിത്രാമ്മന്നും ചിത്ര ചേച്ചി എന്നൊക്കെ നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് വിളിക്കാറുണ്ട്. ഭഗവാന്റെ പാട്ടുകൾ ചിത്രാമ്മയുടെ ആ ഒരു സ്വരമാധുരിയിലെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ട് കേൾക്കാനും കൂടിയിട്ടുള്ള ഒരു അവസരമാണ്. ഇന്ന് രാത്രി 8 മണിക്കാണ് വൈഷ്ണവ വേദിയിൽ KS ചിത്രയുടെ ഭക്തിഗാനമേള ഉള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ കേൾക്കാനായിട്ട് എല്ലാവരും ഗുരുവായൂർക്ക് പോന്നോളൂ. അപ്പോൾ നമുക്ക് ഇന്നലത്തെ അലങ്കാരം ഒന്ന് പറയാം. ഇന്നലെ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞത് വിനീത നിതീഷ് എന്നൊരു ഭക്തിയാണ് കേട്ടോ. വിനീതയുടെ അടുത്ത് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് പ്രവചിച്ച് നോക്കാം. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ.